ഹലോ വെൽഡർ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ 5ാമത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ ദിവസത്തെയും പോലെ കഴിഞ്ഞ 4ാമത്തെ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അത്തരത്തിൽ ഹോംവർക്കായിട്ട് 75ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 75ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എ ബ്ലോ പൈപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ഫോർ ഗ്യാസ് കട്ടിംഗ്. അത് തെറ്റാണ്. ബ്ലോ പൈപ്പ്, അതായത് ഗ്യാസ് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോ പൈപ്പ് തന്നെ ഗ്യാസ് കട്ടിങ്ങിന് യൂസ് ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ്. ഇൻ ഹൈ പ്രഷർ അസറ്റിലിൻ സിലിണ്ടർ അസറ്റിലിൻ എക്സിസ്റ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ് എന്നുള്ളത് തെറ്റാണ്. നമ്മൾ അസറ്റിലിനെ എന്തായിരിക്കും, ഹൈ പ്രഷർ അസറ്റിലിൻ സിലിണ്ടറിൽ അസറ്റോൺ എന്നൊക്കെ പറയല്ലേ, അപ്പോൾ അത് ഫ്രീ സ്റ്റേറ്റിലാണോ? തെറ്റാണ്. ഇൻ ഗ്യാസ് വെൽഡിംഗ് ഓഫ് മൈൽഡ് സ്റ്റീൽ എ കാർബറൈസിംഗ് ഫ്ലെയിം ഈസ് യൂസ്ഡ് എന്നുള്ളതും തെറ്റായിട്ടുള്ളതാണ്. ഗ്യാസ് കട്ടിംഗ് ഈസ് എ കെമിക്കൽ പ്രോസസ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന. 77ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഫോർ മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് അപ് ടു തിക്നെസ്. ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ 3 മില്ലിമീറ്റർ വരെയുള്ള തിക്നെസ്സിന് വേണ്ടിയിട്ടും, റൈറ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ 5 മില്ലിമീറ്ററിന് എബോവ് ഉള്ള തിക്നെസ്സിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ 2 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹോംവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നമ്മൾ 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ 81ാമത്തെ ചോദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 81 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ 5ാമത്തെ ദിവസത്തെ എത്തിയപ്പോഴത്തേക്കിനും 100 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 100 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? യെസ്, തീർച്ചയായിട്ടും നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വഴി പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. കാരണം എക്സാമിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആൻസർ കാണാൻ പറ്റത്തില്ല. അത് അറിയാമെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ റിസൾട്ട് അറിയുമ്പോൾ അറിയാലോ ഓരോ ദിവസവും. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം ഈ ക്ലാസ്സിലൂടെ ഓർമ്മിപ്പിക്കാം. ഒരു ദിവസം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഉണ്ടാവും. കാരണം ജസ്റ്റ് ക്ലാസ് കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ, അതുപോലെ തന്നെ PDF വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ വീണ്ടും അത് ചെയ്തു നോക്കണം. അതായത് 2 ദിവസം കഴിഞ്ഞോ 3 ദിവസം കഴിഞ്ഞോ ഒക്കെ വീണ്ടും അത് ചെയ്തു നോക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് വീണ്ടും ഓർമ്മയിലുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് 81ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 81ാമത്തെ ചോദ്യം: ടു ഗെറ്റ് DC ഫോർ വെൽഡിംഗ് ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എയ്തർ. ടു ഗെറ്റ് DC ഫോർ വെൽഡിംഗ് ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എയ്തർ. അതായത് DC വെൽഡിങ്ങിന് വേണ്ടിയിട്ട് DC ഡയറക്റ്റ് കറണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഏതാണ് നെസസറി ആയിട്ടുള്ളത്, അത്യാവശ്യമായിട്ടുള്ളത്? അപ്പോൾ DCക്ക് വേണ്ടിയിട്ടുള്ളത് ട്രാൻസ്ഫോമർ ഓർ മോട്ടോർ ജനറേറ്റർ സെറ്റ് ആണോ? റെക്ടിഫയർ ഓർ ട്രാൻസ്ഫോമർ സെറ്റ് ആണോ? റെക്ടിഫയർ ഓർ മോട്ടോർ ജനറേറ്റർ സെറ്റ് ആണോ? കപ്പാസിറ്റർ ഓർ റിയാക്ടർ സെറ്റ് ആണോ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെക്ടിഫയർ എന്നുള്ളതും അതുപോലെ തന്നെ മോട്ടോർ ജനറേറ്റർ സെറ്റ് എന്നുള്ളതും എന്താണ്, ശരിയാണ്. ബിൽഡിംഗ് പവർ സപ്ലൈ മേ യൂസ് എ ജനറേറ്റർ ഓർ അൾട്ടർനേറ്റർ ടു കൺവെർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റേഴ്സ് എന്തിനകത്ത്, വെൽഡിംഗ് പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നു. ഇൻ ഓൾഡർ മെഷീൻസ് ദ ഇലക്ട്രിക് മോട്ടോർ ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് ദ ജനറേറ്റർ ഓർ ആൾട്ടർനേറ്റർ. 82ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ജനറൽ ഫില്ലറ്റ് വെൽഡ് ഷുഡ് ദ തിക്നെസ് ഓഫ് മെറ്റൽ പ്ലേറ്റ്. ജനറൽ സാധാരണയായിട്ട് ഫില്ലറ്റ് വെൽഡ് ഷുഡ് ബി ഡാഷ് ദ തിക്നെസ് ഓഫ് ദ മെറ്റൽ പ്ലേറ്റ് 3/4. ഓപ്ഷൻ ഡി 3/4. ഓക്കെ, ഇൻ ജനറൽ ഫില്ലറ്റ് വെൽഡ് ഷുഡ് ബി 3/4 ഓഫ് ദി തിക്നെസ് ഓഫ് ദി മെറ്റൽ പ്ലേറ്റ്. ദിസ് ബേസ്ഡ് ഓൺ ദി ഫോർമുല സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ്. സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡിൻ്റെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്തേക്കാം. 0.707 ഗുണം തിക്നെസ് ഓഫ് പ്ലേറ്റ്. 0.7 ഇതെന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. മാറ്റം വരുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റിലായിരിക്കും. ഓക്കെ, ഈ ഫോർമുലയ്ക്കകത്ത് മാറ്റം വരുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റിലാണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 83ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു വെൽഡ് ഹൈ കാർബൺ സ്റ്റീൽ വിത്ത് AC only, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്, AC അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഓർ DC അഥവാ ഡയറക്റ്റ് കറണ്ട്, ദെൻ DCEP ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു വെൽഡ് ഹൈ കാർബൺ സ്റ്റീൽ വിത്ത് എന്താണ്, AC ഓർ DCEP.
ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. DCEP is suitable to weld high carbon steel. ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് ഈസ് യൂസ്ഡ് ഫോർ നോൺ ഫെറസ് മെറ്റൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, കാസ്റ്റ് ആൻഡ് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, വെൽഡിംഗ് വിത്ത് ഹെവി ആൻഡ് സൂപ്പർ ഹെവി കോട്ടഡ് ഇലക്ട്രോഡ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കിനും 84-ാമത്തെ ചോദ്യമാണ്. 84-ാമത്തെ ചോദ്യത്തിൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു വെൽഡ് ലോ കാർബൺ സ്റ്റീൽ വിത്ത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു വെൽഡ് ലോ കാർബൺ സ്റ്റീൽ വിത്ത്. അപ്പോൾ ലോ കാർബൺ സ്റ്റീൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് AC ഓർ DC ആണോ, AC ഒള്ളിയാണോ, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് ആണോ, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് ആണ്? ആൻസർ AC ഓർ DC ആണ്. AC ഓർ DC ബോത്ത് ആർ സ്യൂട്ടബിൾ ടു വെൽഡ് ലോ കാർബൺ സ്റ്റീൽ. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ ഡയറക്റ്റ് കറണ്ട് രണ്ടും എന്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും? ഇത് ഞാൻ ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത് ഓൾറെഡി കഴിഞ്ഞ 4 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്ന ക്ലാസ്സസിലുള്ള കാര്യങ്ങളാണ്. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആകുമ്പോഴത്തേക്കിനും അവിടെ എന്തുണ്ടാവും? അവിടെ പൊളാരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡിൽ 50-60 സൈക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ടാവും? അത് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടാവും, കറണ്ട് ആൾട്ടർനേറ്റ് ആവുന്നുണ്ടാവും. ഡയറക്റ്റ് കറണ്ട് ആകുമ്പോഴത്തേക്കിനും അതെന്ത് ചെയ്തിരിക്കുന്നുണ്ടാവും? അതെന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ദിശയിലായിരിക്കും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് കണക്ട് ചെയ്യുക, ഇലക്ട്രോഡ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രോഡ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിരിക്കും. അതായത് റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ നെഗറ്റീവ് പൊളാരിറ്റി, സ്ട്രൈറ്റ് പൊളാരിറ്റി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് എന്താണ്, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് എന്താണ്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ടക്ക് വരാനായിട്ട് പറ്റണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. 85-ാമത്തെ ചോദ്യം ഇതാണ്. It is suitable to weld medium carbon steel with. It is suitable to weld medium carbon steel with. അപ്പോൾ മീഡിയം കാർബൺ സ്റ്റീലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് ആണ്. ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് ഈസ് സ്യൂട്ടബിൾ ടു വെൽഡ് മീഡിയം കാർബൺ സ്റ്റീൽ. ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് ഓർ ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി. നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ഇലക്ട്രോഡ് പോസിറ്റീവിനെ എന്തെന്നും പറയുന്നു? റിവേഴ്സ് പൊളാരിറ്റി എന്നും പറയുന്നു. അതുപോലെ തന്നെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്ട്രൈറ്റ് പൊളാരിറ്റി എന്നും പറയുന്നു. ഓർമ്മയുണ്ടല്ലോ? ഇൻ റിവേഴ്സ് പൊളാരിറ്റി ദ ഇലക്ട്രോഡ് ടു ദ പോസിറ്റീവ് ആൻഡ് ദ വർക്ക് ടു ദ നെഗറ്റീവ് ടെർമിനൽ ടു ദ പവർ സോഴ്സ്. എനിവേ ഈ 102 എന്നുള്ളത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, 102 എന്നുള്ളത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. In reverse polarity, the electrode to the positive and the work to the negative terminal. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ബാങ്ക് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്, അതൊന്നും ചെയ്യാൻ പറ്റൂല. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതൊക്കെ ചിലപ്പോൾ എന്താ ചെയ്യാം, ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റമെങ്കിലും വരുത്താൻ പറ്റും. ഓക്കെ, അപ്പം റിവേഴ്സ് പൊളാരിറ്റി ദ ഇലക്ട്രോഡ് ടു ദ പോസിറ്റീവ് ആൻഡ് ദ വർക്ക് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി പവർ സോഴ്സ്. ഓക്കെ ആണല്ലോ. അടുത്ത 86-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് The welding position of a weld is defined by 2 parameters, namely അതായത് വെൽഡിംഗ് പൊസിഷൻ എന്ന് പറയുന്ന വെൽഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് 2 പാരാമീറ്റേഴ്സുകളുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതല്ലേ? വെൽഡ് സ്ലോപ്പ്, വെൽഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ വെൽഡ് സ്ലോപ്പ്, വെൽഡ് റൊട്ടേഷൻ എന്നാണ് 2 പാരാമീറ്റേഴ്സ്. ദ വെൽഡിംഗ് പൊസിഷൻ ഓഫ് എ വെൽഡ് ഈസ് ഡിഫൈൻഡ് ബൈ 2 പാരാമീറ്റേഴ്സ്. ഏതൊക്കെയാണ്? വെൽഡ് സ്ലോപ്പ് എന്നും വെൽഡ് റൊട്ടേഷൻ എന്നും പറയുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. 87-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ്ഡ് ആണ്. The most likely reason for porosity to be caused is due to. അപ്പോൾ porosity എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ ചില കാരണങ്ങൾ കൊണ്ട് ഓക്കെ, ചില കോസസ് കാരണം നമ്മുടെ ഒരു വെൽഡ് ഇതൊരു വെൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെൽഡ് ചെയ്യുന്നു ഇവിടെ, അങ്ങനെ എന്താണ് ഇലക്ട്രോഡ് ഇങ്ങനെ മോൾട്ടൺ ആയിട്ട് ഇവിടെ വീണമെന്ന് വിചാരിക്കുക. സോ എന്നിട്ട് ഇത് ഉരുകിയിരിക്കുന്ന സംഭവം സോൾഡിഫൈ ആകുന്ന സമയത്ത് ഗ്യാസ് എൻട്രാപ്മെന്റ് മൂലം ഹൈഡ്രജൻ പോലുള്ള ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ എൻട്രാപ്പ് ആവുകയും ദെൻ അതിനുശേഷം ഈ ഒരു മോൾട്ടൺ പൂള് സോൾഡിഫിക്കേഷൻ ആയി കഴിയുകയും ചെയ്യുമ്പോൾ ഈ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള ഗ്യാസ് പുറത്തേക്ക് വരാൻ ഒരു ശ്രമം നടത്തുമ്പോൾ ചെറിയ ചെറിയ ഹോൾസുകൾ ഉണ്ടാവുന്നു. ഇതിനെയാണ് എന്താണെന്ന് പറയുന്നത്, പൊറോസിറ്റി എന്ന് പറയുന്നത്. ഇത് ഇത്തരത്തിലുള്ള ലാർജ് ഹോൾസിനെ ബ്ലോ ഹോൾസ് എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ള കാരണത്തിൽ എന്തൊക്കെ പെടുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഒരു ചോദ്യം ഇതേപോലെ സെയിം
സെയിം ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ എക്സാം വിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്കാണ്. കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ചെയ്യുക. മാക്സിമം കമൻ്റ് ആയിട്ട് ചെയ്യുക. എന്തിനാണ് കമൻറ്റ് ചെയ്യുന്നത് മടി വിചാരിക്കുന്നത്? അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഫ്രം ദ സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ ഈസ് നൗൺ ആസ്. ദ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഫ്രം ദ സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ ഈസ് നൗൺ ആസ്. അതായത് നമ്മുടെ സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ എന്താണെന്ന് അറിയാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇതിനകത്താണ്, ഈ മെറ്റീരിയലിനകത്താണ് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് വെൽഡ് മെറ്റൽ എന്നും അതുപോലെ തന്നെ പാരന്റ് മെറ്റൽ എന്നും ബേസ് മെറ്റൽ എന്നൊക്കെ പറയുന്ന ഈ മെറ്റലിനെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഫ്രം ദ ഈ സർഫസിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഡെപ്ത് ഓഫ് ഫ്യൂഷന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഫ്യൂഷൻ സോൺ ആണോ, ഹീറ്റ് എഫക്ട് സോൺ ആണോ, പെനട്രേഷൻ ആണോ, ലെഗ് ലെങ്ത് ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി, പെനട്രേഷൻ ഓർ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഈസ് ദ ഡിസ്റ്റൻസ് അപ് ദാറ്റ് ഫ്യൂഷൻ എക്സ്റ്റെൻഡ് ഇൻ ദ ബേസ് മെറ്റൽ ഫ്രം ദ സർഫസ് മെൽറ്റഡ് ഡ്യൂറിങ് വെൽഡിങ്. അതായത് വെൽഡിങ് ചെയ്യുന്നു വിചാരിക്കുക. ഇപ്പം ഇങ്ങനെ രണ്ട് മെറ്റീരിയൽ വെച്ചിട്ട് വെൽഡ് ചെയ്യുന്നു വിചാരിക്കാം. വെൽഡ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഡെപ്തിൽ അത് ഫ്യൂസായി, അത് ഉരുകി എത്രത്തോളം ആഴത്തിലേക്ക് അത് പോയി. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ്, അത് പെനട്രേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, അത്തരത്തിൽ പറയുന്നത് ആ ഒരു പെനട്രേഷൻ, ആ ഫ്യൂസായിട്ട് ഉള്ളിലേക്ക് പോകുന്ന അത്രയും എത്രത്തോളം തുളച്ചു കയറി, അതാണെന്ന് പറയുന്നത്. ഇത്തരത്തിൽ പറയുന്നത് അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി പ്രകാരം പെനട്രേഷൻ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെൽഡിങ് ചെയ്യുമ്പോൾ മെറ്റലിന്റെ ഉപരിതലത്തിൽ നിന്നും അവൻ മെറ്റലിനുള്ളിലേക്ക് ഫ്യൂഷൻ നീളുന്ന ദൂരമാണ്. ഈ അവൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, മലയാളം ചേർക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഉൾപ്പെടുത്തുന്നതല്ലേ. ഓക്കെ ആണല്ലോ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 89ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണോ? സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, അറിയുന്നവർക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ദ ലിറ്റിൽ ഹോൾ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി ലീഡിംഗ് എഡ്ജ് ഓഫ് ദ ക്രാറ്റർ റൈറ്റ് അണ്ടർ ദ ടിപ്പ് ഓഫ് ഇലക്ട്രോഡ് ഈസ് കാൾഡ്. വെൽഡിംഗ് പ്രക്രിയയിൽ ഇലക്ട്രോഡിന്റെ ടിപ്പിന്റെ താഴെ ക്രാറ്ററിന്റെ മുന്നിലുണ്ടാകുന്ന ചെറിയ തുള എന്താണ് വിളിക്കപ്പെടുന്നത്? ദ ലിറ്റിൽ ഹോൾ പ്രൊഡ്യൂസ്ഡ് അറ്റ് 89ാമത്തെ ചോദ്യം ഇതാണ്. 89ാമത്തെ ചോദ്യം പലർക്കും പുതിയ ഒരു ചോദ്യമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദ ലിറ്റിൽ ഹോൾ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ലീഡിംഗ് എഡ്ജ് ഓഫ് ദി ക്രാറ്റർ റൈറ്റ് അണ്ടർ ദ ടിപ്പ് ഓഫ് ഇലക്ട്രോഡ് ഈസ് കാൾഡ്. വെൽഡിംഗ് പ്രക്രിയയിൽ ഓക്കെ, ദ ലിറ്റിൽ ഹോൾ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ലീഡിംഗ് എഡ്ജ് ഓഫ് ദ ക്രാറ്റർ റൈറ്റ് അണ്ടർ ദ ടിപ്പ് ഇലക്ട്രോഡ് ഈസ് കാൾഡ്. വെൽഡിംഗ് പ്രക്രിയ ഇലക്ട്രോഡിന്റെ ടിപ്പിന്റെ താഴെ ക്രാറ്ററിന്റെ മുന്നിൽ ഉണ്ടാകുന്ന ചെറിയ തുളയെ എന്താണ് വിളിക്കുന്നത്? അത്തരത്തിലുള്ളതിനെ പിൻ ഹോൾ എന്നാണോ അതോ കീ ഹോൾ എന്നാണോ വിളിക്കുന്നത്? എന്തായാലും ബ്ലോ ഹോൾ അല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ബ്ലോ ഹോൾ എന്താണെന്ന്. റൂട്ട് ഗ്യാപ്പ് എന്താണെന്ന് അറിയാവോ? ഇത് രണ്ട് മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കാം. ഈ രണ്ട് മെറ്റലുകളെ തമ്മിൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് വെൽഡ് ചെയ്യുന്നത്. ഈ ഗ്യാപ്പിലാണല്ലോ നമ്മൾ വെൽഡ് മെറ്റൽ ഉരുക്കി ഒഴിക്കുന്നത്. സോ അപ്പം അത്തരത്തിൽ രണ്ട് മെറ്റീരിയലുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇല്ലേ, സോ ഈ ഗ്യാപ്പിനെയാണ് റൂട്ട് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതും അല്ല എന്ന് മനസ്സിലായി. പിന്നെ കീ ഹോള് പിൻ ഹോള് രണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉള്ളൂ. ആൻസർ എന്ന് പറയുന്നത് കീ ഹോൾ ആണ്. ദ കീ ഹോൾ വെൽഡിംഗ് മെത്തേഡ് ഈസ് എ ടൈപ്പ് ഓഫ് ലേസർ വെൽഡിംഗ്. കീ ഹോൾ വെൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ലേസർ വെൽഡിംഗ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബട്ട് ജോയിന്റ് ഓർ ഓപ്പൺ ഗ്രൂവ് വെൽഡ് ജോയിന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബട്ട് ജോയിന്റ് ഓർ ഓപ്പൺ ഗ്രൂവ് വെൽഡ് ജോയിന്റ്. ഇൻ ദിസ് ടെക്നിക് എ ഗ്യാപ്പ് ഈസ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ ദ ടു പീസസ് ദാറ്റ് ആർ മെയിൻ ടു ബി വെൽഡ് ടുഗദർ. അപ്പോൾ ഈ ഒരു ടെക്നിക്കിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻഡ് ബിറ്റ്വീൻ രണ്ട് പീസ്, നമ്മൾ റൂട്ട് ഗ്യാപ്പ് പറഞ്ഞതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. രണ്ട് പീസുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തമ്മിൽ വെൽഡ് ടുഗദർ. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ക്യൂ ഹോൾ വെൽഡിംഗ് എന്നത് ഒരു തരം ലേസർ വെൽഡിംഗ് ആണ്. ഇത് ബഡ് ജോയിന്റ് അല്ലെങ്കിൽ ഓപ്പൺ ഗ്രൂവ് വെൽഡ് ജോയിന്റ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ഈ സാങ്കേതികതയിൽ വെൽഡിംഗ് ചെയ്യാനുള്ള രണ്ട് മെറ്റൽ പീസുകൾക്കിടയിൽ ഒരു ചെറിയ വിടവ് നിലനിർത്തുന്നു. എന്നെ സംബന്ധിച്ച് ഒരു പുതിയ ചോദ്യമായിട്ടാണ് ഞാൻ ശരിക്കും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് പുതിയ ചോദ്യങ്ങൾ ഒരുപാട് പുതിയ ചോദ്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അടുത്ത 90ാമത്തെ ചോദ്യം നോക്കാം. ആർക്ക് ബ്ലോ ഈസ് എസ്പെഷ്യലി നോട്ടീസബിൾ വെൻ വെൽഡിംഗ് വിത്ത്. ആൻസർ എന്ന് പറയുന്നത് ബെയർ ഇലക്ട്രോഡ്സ് എന്നുള്ളതാണ്. ആർക്ക് ബ്ലോ ഈസ് എസ്പെഷ്യലി നോട്ടീസബിൾ വെൻ വെൽഡിംഗ് വിത്ത് ബെയർ ഇലക്ട്രോഡ്സ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് 91ആണ്. 91ലെ ചോദ്യം ഇതാണ്. എ മെറ്റീരിയൽ പ്ലേസ്ഡ് അറ്റ് ദ റൂട്ട് ഓഫ് എ വെൽഡ് ടു കണ്ടെയ്ൻ ഓർ സപ്പോർട്ട് ദ മോൾട്ടൺ മെറ്റൽ ഈസ് കാൾഡ്. അതായത് മോൾട്ടൺ മെറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്ന വെൽഡിന്റെ, അതായത് റൂട്ട് സൈഡിൽ
റൂട്ട് ഓഫ് എ വെൽഡിന്റെ റൂട്ടിലെ പ്ലേസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബാക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. ബാക്കിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് മെറ്റീരിയൽ പ്ലേസ്ഡ് അറ്റ് ദ റൂട്ട് ഓഫ് എ വെൽഡ് ജോയിന്റ് അല്ലെങ്കിൽ ദ ജോയിന്റ് ഫോർ ദ പർപ്പസ് ഓഫ് സപ്പോർട്ടിങ് മോൾട്ടൺ വെൽഡ് മെറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ട് എന്തിന് ബാക്കിംഗ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു പ്ലേസ്ഡ് അറ്റ് ദ റൂട്ട് ഓഫ് ദ വെൽഡ് ജോയിന്റ് റൂട്ട് വെൽഡിനെ എഡ്ജിൽ പ്ലേസ് ചെയ്യുന്നു. ഇറ്റ് ഇസ് ഫംഗ്ഷൻ ടു ഫെസിലിറ്റേറ്റ് കംപ്ലീറ്റ് ജോയിന്റ് പെനട്രേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ് ജോയിന്റ് പെനട്രേഷൻ. അടുത്ത ഒരു 92ാമത്തെ ചോദ്യം ഇതാണ്, ഇൻ ദ എഫക്റ്റ് ഓഫ് ആർക്ക് ബ്ലോ വിൽ ബി ടോട്ടലി ആബ്സെന്റ് ഇൻ. അപ്പോൾ ആർക്ക് ബ്ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തില്ല. ഈ ആർക്ക് ബ്ലോ എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ബ്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു, ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെയും ഡയറക്റ്റ് കറണ്ടിൻ്റെയും വിഷയത്തിൽ പറഞ്ഞു. ഡയറക്റ്റ് കറണ്ടിലാണ് പൊളാരിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മറ്റേ എ സിയിൽ പൊളാരിറ്റി ഇല്ല. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പം ഇതുമായി ബന്ധപ്പെട്ടു ഇതുപോലെ തന്നെ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡി സിയിലാണ് എന്തുള്ളത്, ഡി സിയിലാണ് ഈ പറയുന്ന ആർക്ക് ബ്ലോ ഉള്ളത്. അപ്പം ദ എഫക്റ്റ് ഓഫ് ആർക്ക് ബ്ലോ വിൽ ബി ടോട്ടലി ആബ്സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെൽഡിങ് വിത്ത് എ സി വെൽഡിങ് ആർക്ക്, അതായത് പൊളാരിറ്റി ഇല്ല എന്നുള്ളത് പോലെ തന്നെ ആർക്ക് ബ്ലോയും ഇല്ല. ആർക്ക് ബ്ലോ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ആർക്ക് ബ്ലോ എന്ന് പറയുന്നത് ഇസ് ഡി സി വെൽഡിങ് വെൻ ദ ആർക്ക് ഡീവിയേറ്റ് ഫ്രം ഇറ്റ്സ് റെഗുലർ പാത്ത് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ഇസ് കാൾഡ് ആർക്ക് ബ്ലോ. അതായത് മാഗ്നറ്റിക് ഡിസ്റ്റർബൻസസ് കാരണം ഒരു റെഗുലർ പാത്തിൽ നിന്നും ആർക്ക് ഡീവിയേറ്റ് ആകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. ദ എഫക്റ്റ് ഓഫ് ആർക്ക് ബ്ലോ വിൽ ടോട്ടലി ആബ്സെന്റ് ഇൻ എ സി വെൽഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എ സിയിൽ പൊളാരിറ്റി ഇല്ല. പൊളാരിറ്റി എന്ന് പറയുന്നതാണ്, പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. ഓക്കെ, കറണ്ട് ഒഴുകുന്ന ദിശയാണ്. സോ അത് ചിലപ്പോൾ എന്താണ് ഒരു ഡയറക്ഷനിൽ അത് പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ട്, നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട്. അത് ഓക്കെ. എന്നാൽ അതേസമയം എ സിയിലാണെന്നുണ്ടെങ്കിലും അത് രണ്ടും കൂടാണ്, അതായത് ഇങ്ങനെ മാറി മാറി നിൽക്കും. അതായത് സെക്കൻഡിൽ 50 to 60 സൈക്കിൾസ് ഇങ്ങനെ ചേഞ്ച് ആവും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എ സി വെൽഡിങ്ങിൽ എന്തുണ്ടാവില്ല, ആർക്ക് ബ്ലോ ഉണ്ടാവില്ല. മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് മൂലം ഉണ്ടാകുന്ന റെഗുലർ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ആകുന്ന ഒരു ആർക്ക് ഡീവിയേഷൻ എന്ന് പറയുന്നത് ആർക്ക് ബ്ലോ ട്രബിൾ എന്ന് പറയുന്നത് ഡി സി വെൽഡിങ്ങിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, 93ാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് a hairline separation in root or middle of surface of the weld metal or base metal is mainly due to. എന്താണ് റൂട്ട് എന്നറിയാവോ? ഓക്കെ, ഇതൊരു മെറ്റീരിയൽ അപ്പോൾ റൂട്ട് ഗ്യാപ്പ് എന്താണ്? ഈ ഗ്യാപ്പാണ്, ഈ ഒരു ഗ്യാപ്പാണ് എന്തെന്ന് പറയുന്നത് റൂട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വെൽഡ് മെറ്റീരിയലിനെ ഉരുക്കി ഒഴിക്കാൻ പോകുന്ന ഈ ഒരു ഗ്യാപ്പാണ് റൂട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് ഗ്യാപ്പ് ഇടുന്നത് പല രീതിയിലും ഗുണങ്ങളുണ്ട്, അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റൂട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് മെറ്റീരിയലിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉള്ള ഈ പ്ലേസ് ഇല്ലേ, ഈ അറ്റം, ഇവിടെയാണ് റൂട്ട് എന്തെന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റൂട്ടിനകത്ത് ഈ ഭാഗം എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അതായത് ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗമായിരിക്കും, അവിടെ റൂട്ട് ഫേസ് എന്നാണ് പറയുക. ഫിഗറിൽ കൃത്യമായിട്ട് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. അപ്പം ഈ ഹെയർ ലൈൻ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുടിയുടെ അത്ര ലൈൻ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ അത്രയും കട്ടി കുറവായിരിക്കും, കനം കുറവായിരിക്കും. അത്തരത്തിലുള്ള ഒരു സെപ്പറേഷൻ റൂട്ടിൽ അല്ലെങ്കിൽ സർഫസിന്റെ മിഡിൽ വെൽഡ് മെറ്റലോ ബേസ് മെറ്റലോ, വെൽഡ് മെറ്റലും ബേസ് മെറ്റലും റൂട്ട് മെറ്റലും ഒക്കെ എന്താണ് വെൽഡ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്നത് ഏതാണ്? സ്ലോ കൂളിംഗ് മൂലമാണോ, ലാർജ് ഡയമീറ്റർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന മൂലമാണോ, ലോങ് ആർക്ക് ലെങ്ത് ഉള്ളത് പോലെയാണോ, ലാക്ക് ഓഫ് പ്രീ ഹീറ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹീറ്റിംഗ് മൂലമാണോ? തീർച്ചയായിട്ടും ലാക്ക് ഓഫ് പ്രീ ഹീറ്റിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഹീറ്റിംഗ് മൂലമാണ് ഈ ഒരു ട്രബിൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ഉണ്ടാക്കുക, മനസ്സിലാക്കിയിട്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാമോ? അടുത്ത നോക്കുക 94. അതിന് മുമ്പ് അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എ ഹെയർലൈൻ സെപ്പറേഷൻ ഇൻ റൂട്ട് ഓർ മിഡിൽ ഓഫ് ലാർജ് സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ ഓർ ബേസ് മെറ്റൽ ഇസ് മെയിൻലി ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രീ ഹീറ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹീറ്റിംഗ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 94 വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഈസിയസ്റ്റ് പൊസിഷൻ ഇൻ വെൽഡിങ്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ, അതായത് ഞാൻ പറയട്ടെ, നമ്മുടെ
ഫിറ്ററിൻ്റെ ഒരു കുറേ നാൾ മുമ്പ് അഗ്രികൾച്ചറിൻ്റെയോ അതോ ഏതോ ഒരു എക്സാംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വെൽഡിംഗ് എന്ന പൊസിഷനിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ വെൽഡിംഗ് പൊസിഷനായിട്ട് 4 വെൽഡിംഗ് പൊസിഷൻ, വെർട്ടിക്കൽ, ഓവർഹെഡ്, ഹൊറിസോണ്ടൽ, ഫ്ലാറ്റ് ഓർ ഡൗൺ ഹാർഡ്. 6 വെൽഡിംഗ് പൊസിഷൻ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 6G 4G ഇങ്ങനെ കൊടുത്തിട്ട്. അപ്പോൾ എന്തായാലും ബേസിക്കലി 4 വെൽഡിംഗ് പൊസിഷൻ എന്നുള്ളതാണ്. അപ്പോൾ PSCൻ്റെ അന്ന് ആൻസർ കീ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് വെർട്ടിക്കൽ, ഓവർഹെഡ്, ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓർ ഡൗൺ ഹാൻഡ് എന്നിങ്ങനെയാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മറ്റേതെങ്കിലും ആൻസർ കീയിൽ മറ്റേതെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ എന്തായാലും നോക്കിയിട്ട് അടുത്ത ലെസൺസിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഫ്ലാറ്റ് വെൽഡിംഗ് പൊസിഷൻ ആണ് ആൾസോ നൗൺ ആസ് ദ ഫ്ലാറ്റ് വെൽഡിംഗ് പൊസിഷനെ ഡൗൺ ഹാർഡ് വെൽഡിംഗ് പൊസിഷൻ എന്നും പറയുന്നു. ഫ്ലാറ്റ് പൊസിഷൻ ഈസ് ദ ഈസിയസ്റ്റ് ആൾ ദ വെൽഡിംഗ് പൊസിഷൻ. എല്ലാ വെൽഡിംഗ് പൊസിഷനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് വെൽഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഈസിയസ്റ്റ് വെൽഡിംഗ് പൊസിഷൻ ആയിരിക്കും. 95 പോയാലോ. 95 എന്ന് പറയുന്നത് കോണ്ടാക്ട് ഇലക്ട്രോഡ് ഹാവ് ഇൻ ദെയർ കോട്ടിംഗ് എ ലാർജ് എമൗണ്ട് ഓഫ്. അപ്പോൾ കോണ്ടാക്ട് ഇലക്ട്രോഡ് ഹാവ് ഇൻ ദിയർ കോട്ടിങ് എ ലാർജ് എമൗണ്ട് ഓഫ്. അപ്പോൾ ഞാനിത് ഗ്രൂപ്പിൽ ഒരു പോൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആണുള്ളത്. അയൺ ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല റെസ്പോൺസ് ആണ് അതിനകത്തൊക്കെ ഉള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതൊക്കെ തന്നെയാണ്. കുറച്ച് പേരാണെന്നുണ്ടെങ്കിലും അവരെന്നും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോണ്ടാക്ട് ഇലക്ട്രോഡ് ഹാവ് ഇൻ ദെയർ കോട്ടിംഗ് ലാർജ് എമൗണ്ട് ഓഫ് അയൺ എന്നുള്ളതാണ്. സോ അടുത്ത 96ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹെവി കോട്ടഡ് ഇലക്ട്രോഡ് ഈസ് നോർമലി സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് ഇൻ ഫ്ലാറ്റ് പൊസിഷൻ. Heavy coated electrode is normally suitable for welding flat position welding in this position. You are not welding against gravity against ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, വെൽഡിങ് ചെയ്യുന്നില്ല. ഈ ഒരു പൊസിഷനിലാവുമ്പോൾ the work piece that are to be welded are placed flat. അതുപോലെ തന്നെ an electric arc is passed over the work piece in a horizontal direction. ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു തിരശ്ചീന ദിശയിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ദിശയിലായിരിക്കും വർക്ക് പീസുകൾക്ക് മുകളിലൂടെ കടന്നു പോകുന്നത്. എന്താണ് ഹൊറിസോണ്ടൽ, എന്താണ് വെർട്ടിക്കൽ എന്നറിയാലോ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ലംബം എന്ന് പറയും, ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ തിരശ്ചീനം എന്ന് പറയും മലയാളത്തിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഹൊറിസോണ്ടൽ എന്നും വെർട്ടിക്കൽ എന്നൊക്കെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും വരത്തോളൂ. മലയാളം എന്ന് പറഞ്ഞ ഒരു സംഗതി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ദ ടോപ്പ് സർഫസ് ഓഫ് ദ ജോയിന്റ് ഇസ് വെൽഡ് അലോങ് ദ മോൾട്ടൺ മെറ്റൽ ടു ഫ്ലോ ഡൗൺവേർഡ് ടു ദ ജോയിന്റ് ഗ്രൂവർ എഡ്ജസ്. അതായത് ജോയിന്റിന്റെ മുകൾ ഭാഗം വെൽഡ് ചെയ്തിരിക്കുന്ന ഒരുക്കിയ ലോഹം ജോയിന്റ് ഗ്രൂവിലേക്കോ അതുപോലെ തന്നെ എഡ്ജസിലേക്കോ താഴേക്ക് ഒഴുകി ഇങ്ങനെ വരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 97ാമത്തെ ചോദ്യം ദ ഇലക്ട്രോഡ് ദാറ്റ് ആർ ദ ഇലക്ട്രോഡ് ദാറ്റ് ആർ നോട്ട് കോട്ടഡ് ആർ കാൾഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസ് രസകരമാണ്. ദ ഇലക്ട്രോഡ് ദാറ്റ് ആർ നോട്ട് കോട്ടഡ് ആർ കാൾഡ്, അതായത് ഇലക്ട്രോഡിൽ കോട്ടിങ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് എന്ത് പറയുന്നു? ബെയർ ഇലക്ട്രോഡ്, അതുപോലെ തന്നെ ന്യൂഡ് ഇലക്ട്രോഡ്. അപ്പോൾ ഇത് രണ്ടും അങ്ങ് പോട്ടെ. ന്യൂഡ് ഇലക്ട്രോഡ് എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ന്യൂഡ് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത യുവാവിനെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ യുവാവ് പിടിയിൽ. എന്ന് വെച്ചാൽ എന്താണ് ന്യൂഡ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നഗ്നമായ എന്നാണല്ലേ, അതായത് വസ്ത്രങ്ങളൊന്നുമില്ലാത്ത. അതുപോലെ തന്നെ ഇലക്ട്രോഡ് മുഴുവനേ ഉള്ളൊരവസ്ഥയെ നമ്മൾ എന്താണ് പറയുന്നത്? ന്യൂഡ് ഇലക്ട്രോഡ് എന്ന് പറയുമോ? ന്യൂഡ് ഇലക്ട്രോഡ് എന്നല്ല, എന്താണ് ബെയർ ഇലക്ട്രോഡ് എന്നാണ് പറയാം. അതുപോലെ തന്നെ വെൽഡിങ്ങിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെയർ ഹാൻഡ്സ് യൂസ് ചെയ്യരുത്, നമ്മൾ സേഫ്റ്റി ഗ്ലൗസ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറയുന്ന വേർഡ് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബെയർ ഇലക്ട്രോഡ്സ് എന്നുള്ളതാണ്. അടുത്തത് നമുക്കിവിടെ ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഇലക്ട്രോഡ് ബേസിക്കലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോസസ് ദർ ആർ 2 ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ആ പ്രോസസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഒന്ന് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്നും 2 നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്നും പറയുന്നുണ്ട്. ബെയർ ഇലക്ട്രോഡ് അല്ലെങ്കിൽ ബെയർ ഇലക്ട്രോഡ് ആർ ഇലക്ട്രോഡ്സ് വിത്തൗട്ട് എനി ഷേപ്പ് ടൈപ്പ് ഓഫ് കോട്ടിംഗ് ആൻഡ് mostly used application where there is no need cold electrode. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. 98ാമത്തെ ചോദ്യം ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് ഡെപ്പോസിറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് വെൽഡ് മെറ്റൽ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ലാർജ് എമൗണ്ട് ഓഫ് മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഇതിൽ ഏത് ടൈപ്പാണ്? അയൺ പൗഡർ ഇലക്ട്രോഡ് ഡെപ്പോസിറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് വെൽഡ് മെറ്റൽ പെർ യൂണിറ്റ് ടൈം. ഇറ്റ് ഈസ് വെരി
ഹൈ എഫിഷ്യൻസി ആൻഡ് എക്സലന്റ് ആർക്ക് റീസ്ട്രൈക്കിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതെന്താണ്, വളരെ എഫിഷ്യൻസി കാര്യക്ഷമതയും എക്സലന്റും ആണ് ആർക്ക് റീസ്ട്രൈക്കിംഗ് പ്രോപ്പർട്ടിയിൽ. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ 99 99 എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ഈസ് ദ സൈസ് ഓഫ് ഇലക്ട്രോഡ് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് 2.5 മില്ലിമീറ്റർ തിക്ക് മൈൽഡ് സ്റ്റീൽ ഷീറ്റ്. അപ്പോൾ 2.5 മില്ലിമീറ്റർ തിക്ക് മൈൽഡ് സ്റ്റീൽ ഷീറ്റിൽ 2.50 തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 2.5 എന്ന് പറയുന്നതാണ് 2.50 എന്ന് തന്നെയാണ് അല്ലേ. അപ്പം ജനറലി അങ്ങനെ തന്നെ ഒരേ സൈസിലാണ് യൂസ് ചെയ്യാറുള്ളത്. Generally, the size of the electrode that should use depend on the thickness part to be welded. വെൽഡ് ചെയ്യുന്ന പാർട്ടിന്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സാധാരണയായിട്ട് ഇലക്ട്രോഡിന്റെ സൈസ് എടുക്കാറുള്ളത്. ജനറലി സൈസ് ഓഫ് ഇലക്ട്രോഡ് സെയിം തിക്നെസ് ഓഫ് പ്ലേറ്റ്. പ്ലേറ്റിന്റെ തിക്നെസ് തന്നെയാണ് ജനറലി സാധാരണയായിട്ട് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ ഇലക്ട്രോഡിന്റെ ഇതായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, പ്ലേറ്റിന് 2.5 മില്ലിമീറ്റർ തിക്നെസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോഡിന്റെ ഡയമീറ്ററും 2.5 മില്ലിമീറ്റർ ആയിരിക്കും. ഇലക്ട്രോഡിന്റെ ഡയമീറ്റർ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയാലോ, കോർ വയർ ഡയമീറ്ററിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്, അഥവാ ഈ ഒരു എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. എന്താണ് 100ാമത്തെ ചോദ്യം. ഈ ഒരു എപ്പിസോഡിലെ മീൻസ് 5 ക്ലാസ്സുകളായിട്ട് നമ്മൾ വളരെ ഐശ്വര്യമായിട്ട് തുടങ്ങി 100ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാൽഷ്യം കാർബൈഡ് ഇസ് എ കെമിക്കൽ കോമ്പൗണ്ട് കൺസിസ്റ്റിംഗ് ഓഫ്, അതിനകത്ത് എത്ര കാൽഷ്യം ഉണ്ട്, എത്ര കാർബൺ ഉണ്ട് എന്നാണ്. കെമിക്കൽ അനലൈസസ് ഷോ ദ കാൽസ്യം കാർബൈഡിനകത്ത് 62.5% കാൽസ്യം കാർബൈഡ് ഉണ്ട്. 62.5% എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്, ഇവിടെ ഒരു 63%. ഓക്കെ, 37.5% അഥവാ 37%. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേഴ്സൻറ്റേജിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ചോദ്യങ്ങളായപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 100 ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ എക്സാം വരെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയും. പ്രത്യേകിച്ച് നമ്മൾ എല്ലാ മേഖലയിൽ നിന്നും റിവിഷൻ കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പല മേഖലയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഒരു ചോദ്യ പേപ്പറിൽ കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിലൊരു റിവിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സാംസ് എല്ലാവരും ചെയ്തു നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ നല്ലതായിട്ടുള്ളതായിരുന്നാലും മോശമായിട്ടുള്ളതായിരുന്നാലും ഒക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് പരമാവധി കമൻറ്റ് ബോക്സിൽ തന്നെ ആൻസർ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തായിരുന്നാലും ഇനി നമുക്ക് അടുത്ത ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ കാണാം. സോ ഹാവ് എ നൈസ് ഡേ.